അയ്യോ ഇതാരായത്? ഇത് സുന്ദരിയാണോ? മൂക്കിലൊക്കെ മരുന്നൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക. ഉണങ്ങി വരുന്നതേ ഉള്ളൂ സുന്ദരിയുടെ സുന്ദരി മൂക്കൊക്കെ. എന്തോ ചെയ്യാനാ, കുരുത്തക്കേട് കുറച്ച് കൂടുതലാ അല്ലയോ. നമുക്ക് കുരുത്തക്കേട് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് മൂക്ക് പഞ്ചറായിരിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക്? ബുജക്ക് ടൂണ തിന്നോ? ടൂണല്ലേ പെഡിഗ്രി തിന്നോ? ഇതെന്ത് ചെണ്ട കൊട്ടുന്നോ? പെഡിഗ്രി തിന്നിട്ടിരിക്കും ആള്. പുജക്ക് സുന്ദരിയായത്. എന്ത് കള്ളച്ചൊറിച്ചിലൊക്കെ ചൊറിയുന്നത്? ഏവന്നെ പിള്ള പൊന്നെ ചേച്ചി പൊന്നെ എന്തിയേ? എന്തോ ഒരു ചൊറിച്ചിലൊക്കെ. അടവെടുക്കരുത്, അടവ്. പൂജ എന്തേ എൻ്റെ പൂജ രാവിലെ കൊടുത്ത് ചോറാ, കഴിച്ചിട്ടില്ല. ഉച്ചയായിട്ടും കുറച്ച് കഴിച്ചു, ഇനിയുണ്ട്. പൂജ വെച്ച പൂജ വെള്ളം കുടിക്കും ചെല്ല്. എന്തിനിങ്ങനെ കിടന്ന് അണയ്ക്കുന്നേ? ഇതിനിങ്ങനെ കിടന്ന് അണയ്ക്കുവാ കൊച്ചേ? കൊച്ചേ ചെല്ല് വെള്ളം കുടിക്ക്. പൊന്ന് വെള്ളം കുടിച്ചാട്ടേ. ഇച്ചിരി അമ്മന് വെള്ളം കുടിച്ചാട്ടെ. അമ്മനി പെണ്ണെ ഇങ്ങോട്ട് നോക്കണി അമ്മനിയെ. എന്തൊരു സുന്ദരി അരീനിയ, എന്തൊരു സുന്ദരി പെണ്ണ അരീനിയ. ബുജ് അയ്യോ ചുന്ദരി ഇങ്ങോട്ട് നോക്കിയേ. അവന് ചുന്ദരി നോക്കിയേ, ഇവിടെ നോക്ക്. ബുജ എൻ്റെ പൂജ എന്തിയെ? എൻ്റെ കളി പൂജ എന്തിയെ? ഇങ്ങോട്ട് നോക്കി. ഇതാണ് കുക്കു അവിടെ നിൽക്കുന്നത്. കുക്കു ഇന്നലെ കുക്കുവിൻ്റെ അടുത്ത്, ഇന്നലെയല്ല മിനിഞ്ഞാന്ന് കുക്കുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ കുക്കു കടിക്കാൻ വന്നു. അവനെ കെട്ടിയിട്ടേക്കുന്നുണ്ട്. അവന് ദേഷ്യമാണ്. അവനങ്ങനെ അയച്ചു വിടാൻ പറ്റില്ല. റോഡ് സൈഡല്ലേ, അവനെ അയച്ചു വിടാൻ പറ്റത്തില്ല. അങ്ങനെ ഓടി അവിടെ ഇവിടെയൊക്കെ പോവും. അപ്പം അവർ പേടിച്ചിട്ട് അവനെ കെട്ടിയിട്ടതാണ്. പക്ഷേ അവൻ വയലൻ്റായി പെട്ടെന്ന്. കെട്ടിയിട്ടത് കൊണ്ട് അവൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ ഭയങ്കര ദേഷ്യം. ജസ്റ്റ് ഒന്ന് പിന്നോട്ട് മാറിയപ്പോഴത്തേനും ആടെ ആ ഒരു മുഖത്തിൻ്റെ ഷേപ്പ് അങ്ങ് മാറിയ പെട്ടെന്നങ്ങ് വയലൻ്റായി. ആൾ വിചാരിച്ച് കടിയൊന്നും കിട്ടില്ല, ഭാഗ്യം. പിന്നെ പുള്ളിക്കാരനെ കെട്ടിയിട്ടേക്കുന്നുണ്ടെന്ന് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ആ ഒരു ദേഷ്യം. പക്ഷെ അല്ലാത്തപ്പോൾ അവനെ അഴിച്ചു വിടുമ്പോൾ ഭയങ്കര സ്നേഹമായതിന്. അവനെ അഴിച്ചു വിടണം, അതാണ് അവൻ്റെ ആവശ്യം. പക്ഷെ എങ്ങനെ അഴിച്ചു വിടാൻ പറ്റും? അവരുടെ ആൾക്കാരൊക്കെ എപ്പോഴും വെളി നിന്നാൽ മാത്രമേ അവരെ അഴിച്ചു വിടത്തുള്ളൂ. അല്ലാത്ത പക്ഷെ അവനെ കെട്ടിയിടല്ലേ കൂട്ടിയിടും. അവനപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? വളർത്തണ്ടേ? റോഡിൽ കിടന്ന് വണ്ടി ഇടിച്ച് ചാവുന്നതിനേക്കാട്ടി ഭേദം നമ്മൾ വളർത്തുന്നതല്ലേ. അങ്ങനെ നിങ്ങളെ വളർത്തുന്നതാണ്. എൻ്റെ പൂജ പിന്നെ പാവമാണ് കേട്ടോ, ഭയങ്കര പാവമാണ്, ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ അടുത്തും. പൂജ ഇങ്ങോട്ട് നോക്ക. എൻ്റെ പൂജ അവനും സ്നേഹമാണ്, റോഹിമോന് ഭയങ്കര സ്നേഹമാണ്, കുക്കുവിന് സ്നേഹമാണ്, ഞങ്ങളുടെ ടോമിച്ചിന് സ്നേഹം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഉണ്ണിമോന് പിന്നെ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അയ്യോ എൻ്റെ ഡോറാബുജി ആ സമയത്തൊക്കെ, ഉണ്ണിമോൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഡോറാബുജി അവളെ മുറ്റത്തായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ടോമിച്ചനുണ്ടായിരുന്നു. അവനായിരുന്നു ഈ കൂട്ടി താമസിച്ചുകൊണ്ടിരുന്നത്. ടോമിച്ചൻ്റെ കൂടെ ആയിരുന്നു ഇത്. ഡോറാബുജിയെ എൻ്റെ അപ്പുറത്തെ സൈഡിൽ ഉണ്ട്. അവിടെ ആയിട്ട് അതിനപ്പുറത്ത് ഒരു ലക്ഷത്തായിട്ട് ഒരു ഷെഡ് പോലെ ആക്കിയിട്ട് അവളെ അതിനകത്ത് ഇടുമായിരുന്നു. അപ്പം ഇവൾ മിക്കപ്പോഴും കയറ് പൊട്ടിച്ചുകൊണ്ട് ഓടിക്കഴിയുമ്പം റോഡിലിപ്പം നമുക്ക് അങ്ങനെ അഴിച്ചു വിടാൻ പറ്റില്ലല്ലോ, വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലേ. അത് കാരണം ഇവളെ അഴിച്ചു വിടാൻ പറ്റത്തില്ല. ഞങ്ങളെക്കാളും ബോധം ഞങ്ങളുടെ ഉണ്ണിമോനുണ്ടായിരുന്നു. അവനറിയാം ഇവള് വല്ല വണ്ടിയുടെ ഇടയിൽ വല്ല പോയി കയറുമെന്നോ ഒക്കെ അവന് നന്നായിട്ട്. അവനിവിടെ വയ്യാതെ അവൻ്റെ കാലിന് ചെറിയൊരു എന്തുണ്ടായിരുന്നു. ഞങ്ങളുടെ ടെറസിൻ്റെ മണ്ടയ്ക്കൊന്ന് വീണിട്ട് അങ്ങനെ കാലിൽ ചെറിയൊരു പൊട്ടലുള്ള കാരണം ഇതൊക്കെ നടക്കാൻ കുറച്ച് പാടാണ്. എന്നാലും ആൾ നടക്കും. ഇവളിറങ്ങി ഓടി. പലപ്പോഴും ഇവിടെ സ്വഭാവം ഇവളിറങ്ങി ഓടുമ്പോൾ പാവം അവൻ ഇവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുമായിരിക്കും. അവൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നിട്ട് ഇവള് പുറകിന് അവൻ പോവും. പറ്റുന്ന അത്ര സ്പീഡിൽ അവൻ ഓടും. എന്നാലും ഇങ്ങനെ ഞൊണ്ടി ആയിരിക്കും നടക്കുന്നത്. അവൻ അങ്ങനെ പോയി വലിയൊരു മലയുണ്ട് അപ്പുറത്ത്. ആ മലയുടെ മണ്ടയ്ക്കോട്ട് ഈ പെണ്ണ് ഓടും. അവിടോട്ട് ഓടി ഏതോ കാട്ടിലോട്ട് പോകാനോ എന്തിനാണെന്നറിയില്ല, ഭയങ്കര സ്പീഡിൽ ഇവൾ ഓടും. ഇവൾക്ക് എങ്ങോട്ടെങ്കിലും പോകണം. ചില സമയത്ത് റോഡിൽ കൂടെ ഓടും.
ഭാഗ്യം കൊണ്ട് 2-3 തവണ അവൾ അല്ലാതെ കാട്ടിലോട്ടാണ് ഓടിയത്. കാട്ടിലോട്ട് ഓടിയപ്പോൾ പാവം ഉണ്ണിമോൻ പുറകിന് ചെന്ന് ഞങ്ങളും അതിൻ്റെ പുറകിന് ഓടി. ഇവൻ ഞങ്ങളെക്കാളും കുറച്ച് ഫ്രണ്ടിൽ ഓടിയായിരുന്നു. അത് കാരണം അവൻ്റെ പുറകിൽ ഞങ്ങൾ ഓടി. ഇവള് ഭയങ്കര വെച്ച് കാച്ചുന്നുണ്ടായിരുന്നു. ഇവൾ ഭയങ്കര സ്പീഡിൽ ഓടി. ഉണ്ണിമോൻ ഇവൾ ഒരിടത്ത് അങ്ങ് ഇരിക്കുക. ഇരുന്നിടത്ത് അവനും അങ്ങ് ക്ഷീണിച്ച് അവശ്യ നിലയിൽ ഇരിക്കുക. അങ്ങ് ഓടാൻ വയ്യ. ഇവൻ അവളെ എന്തൊക്കെയോ പറഞ്ഞ് അവളെ നിർത്തിയേക്കുക, എവിടോട്ടും പോവാതിരിക്കും. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിന് പാവം ഉണ്ണിമോൻ വിഷമിച്ച് അവിടെ ഇരിക്കുന്നു. ഈ പെണ്ണും അടുത്ത് കിടപ്പുണ്ട്. ഞങ്ങൾ ചെല്ലാൻ വേണ്ടി ഉണ്ണിമോൻ വെയിറ്റ് ചെയ്ത്. അങ്ങനെ അവസാനം ഇവളെ കൊണ്ടുവന്നു. കൂട്ടത്തിൽ അവനും ഞങ്ങളുടെ കൂടെ നടന്നു വന്നു. അവനെ നമുക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. നല്ല ബോധമുള്ളൊരു പട്ടിക്കുഞ്ഞായിരുന്നു അതിന്. ഭയങ്കര നമ്മൾ മനുഷ്യരെങ്ങനെയാണോ നമ്മുടെ ബിഹേവിയർ, നമ്മളെങ്ങനെയാണ് ഇവിടെ പോകുമ്പോൾ പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നത്, അത് അവന് കൃത്യമായിട്ട് ഉണ്ടായിരുന്നെന്നാണ്. ഞങ്ങൾക്കറിയില്ല അവനെ അതിൽ വളർത്തിയാണോ ഇല്ലയോ, പക്ഷേ അവന് ഭയങ്കരമായിട്ട് ആ പഞ്ച്വാലിറ്റി ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ബൗന്ന് 2 കുര വരച്ച് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി നോക്കണം. ഞങ്ങൾ അന്നാ മോനെ പോയിട്ട് പോകാമെന്ന് പറഞ്ഞാലേ ആൾ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അങ്ങനെയായി ഞങ്ങളുടെ ഉണ്ണിമോൻ. അതുപോലൊന്നും അല്ല ഈ പെണ്ണെന്നൊക്കെ പറയുന്നത് കഴിഞ്ഞാൽ ഒരൊറ്റ ഓട്ടം ഓടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കണ്ട. അങ്ങനെയാണ് ഇവള്. പക്ഷെ അവൻ ഭയങ്കര എനിക്കറിയില്ല, എനിക്ക് അവനെ ഓർക്കാൻ വയ്യ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് അവനെ. കുഞ്ഞ് പോയി, വിഷമമാണ് അതിനെ ഓർക്കുമ്പോൾ. ഇനി അങ്ങനെ ഒരു പട്ടിക്കുഞ്ഞ് ഞങ്ങൾക്ക് കിട്ടുമോയെന്നും അറിയില്ല. അതുപോലത്തെ ആ ഒരു അനുസരണ, ആ ഒരു സ്നേഹം. നമ്മൾ അവനെ അടിച്ചിട്ട് പോലും ഇല്ല, കാരണം അടിക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര ഡീസൻ്റാണ് ആൾ. അടിക്കേണ്ടതോ വഴക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെയാണ്. എൻ്റെ ചേച്ചിയാണെങ്കിൽ അടുത്തൊരു കമ്പനിയിൽ 2019 ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ, ഒരു 5 മിനിറ്റ് നടത്തമുണ്ട്. പക്ഷേ റോഡിൽ കൂടി ക്രോസ് ചെയ്യണം, അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യണം. ഇഷ്ടംപോലെ വണ്ടിയൊക്കെ വരുന്നതുകൊണ്ട് മിക്കപ്പോഴും ചേച്ചി രാവിലെ ഒരു 9:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇവനും പുറകിന് ഇറങ്ങും. ഉണ്ണിമോൻ പുറകിന് ഇറങ്ങി ചേച്ചി അവിടെ കൊണ്ട് വിട്ടിട്ട് അവരുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വരും. അങ്ങനെ മിക്കപ്പോഴും ചെയ്യും. ഒരു ദിവസം ഇയാൾ ആ ഒരു പോക്ക് പോയിട്ട് ചേച്ചിയെ കൊണ്ട് വിട്ടിട്ട് ഇയാൾ ആ സൈഡിൽ കൂടെ പോയി അവിടെ നിന്ന് ഏതോ പെണ്ണുങ്ങളെയൊക്കെ വളച്ച് അവിടെ 2 ദിവസം സ്റ്റേ ചെയ്ത് 3-ാം ദിവസം വന്നപ്പോഴത്തേക്കിനും അമ്മ ഒന്ന് ഒരടി കൊടുത്ത്. എവിടെ ആയിരുന്നടാന്ന് ചോദിച്ചു. പിന്നെ അതിന് ശേഷം ആൾ പോയിട്ടേ ഇല്ല. അമ്മ പറഞ്ഞു ഇനി മേലെ ഇവിടെ നിന്ന് ഇറങ്ങി പോയേക്കല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അവനെ അഴിച്ച് തന്നെ വിട്ടിരുന്നത്. അവനെ നമ്മൾ കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര ബോധമുള്ള കുട്ടിയായതുകൊണ്ട് അവനെ അഴിച്ചുകൊണ്ട് ആവശ്യമില്ലായിരുന്നു. അങ്ങനെ അവനെ അന്ന് അടിച്ചു, പിന്നെ അടിച്ചിട്ടില്ല. പിന്നെ ആണെന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും ചേച്ചി ഇതുപോലെ കൊണ്ടുവിടാൻ വേണ്ടി പോയിട്ട് 2 മണിക്കൂർ ലേറ്റായി. 2 മണിക്കൂർ ലേറ്റായിട്ട് ആ ടൈമിൽ നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. ആ ടൈമിൽ അവൻ എന്ത് ചെയ്ത് ഏതോ ചെളിക്കകത്തൊക്കെ പോയിട്ട് കിടന്ന് ഉരുണ്ടിട്ട് വന്നു. ഇവിടെ കുളങ്ങളൊന്നുമില്ല ഇവിടെ അടുത്തെങ്ങും. അപ്പം ചെളിക്കടുത്ത് പോയി ഉരുണ്ടിട്ട് വന്നപ്പോഴത്തേന് അമ്മ വഴക്ക് പറഞ്ഞു, നീ ഇവിടെ അവിടെ പോയി കിടക്കണം, നിന്നെ ഞങ്ങൾ എത്ര നോക്കണം എന്നൊക്കെ പറഞ്ഞ് വഴക്കൊരു. ആൾക്ക് എന്തൊരു വിഷമമായിരുന്നു. ഒരാൾ പിന്നെ ഇവിടുന്ന് എങ്ങോട്ടും പോകത്തില്ലായിരുന്നു. ഈ ചുറ്റുപാടും നിൽക്കും, എവിടെയും ദൂരെ എവിടെയും പോകത്തില്ല. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ആ കുഞ്ഞിന്, പറയാൻ വാക്കില്ല. അതാണ് അതിനെപ്പറ്റി. അങ്ങനെ ഒരു പട്ടിക്കുഞ്ഞിനെ എനിക്ക് കിട്ടി, അങ്ങനത്തെ ആ ഒരു ക്യാരക്ടർ. പക്ഷെ അവന് തുല്യ അവൻ തന്നെയാണ്, ഒരാൾക്ക് വേറെ ഒരാളാവില്ലല്ലോ. പക്ഷെ ആ ക്യാരക്ടർ എൻ്റെ പൊന്നോ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു മൃഗത്തിൽ അത് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കുഞ്ഞിനെ. പോയി എന്ത് ചെയ്യാൻ പറ്റും. ഇവക്കാണെങ്കിൽ അവനെ കാണുന്ന ദേഷ്യമാണ്. അപ്പം അവൻ അവിടെ അടുത്ത് പോയി നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവൻ അതിനിടയ്ക്ക് നോക്കുമായിരുന്നു അവളെ. ഇവള് സമ്മതിക്കത്തില്ല. അവൾക്ക് വന്ധീകരണം ചെയ്തുകൊണ്ട് ഇവൾക്ക് അതിനോടുള്ള താല്പര്യമൊന്നുമില്ല. അങ്ങനെ അവൾ പിന്നെ അവനുമായിട്ട് ചില സമയത്ത് ഉടക്കായിരുന്നു. റൗജി അവൾ മാത്രമേ പാടുള്ളൂ ഇവിടെ, വേറെ ആരും പാടില്ല. ഒരു അസൂയപ്പാറുവാണത് ഈ കിടക്കുന്ന മുതൽ ഒരു അസൂയപ്പാറുവായതുകൊണ്ട്. അയ്യോ എൻ്റെ പൊന്നെ ചെയ്യേ. കിടന്നു കേട്ടോ. ടാറ്റാ.